രാധാകൃഷ്ണൻ സാർ, ഈ 2019 സന്നിധാനത്ത് നിന്ന് ഉണ്ണികൃഷ്ണൻ പൊറ്റി ഇത് ചാക്കിലാക്കി ട്രാക്ടറിൽ കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തി കാണില്ലേ ഈ കാര്യങ്ങളൊക്കെ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മുട്ടുസൂചി കൊണ്ടുപോകുമ്പോൾ പോലും അതിനൊരു മാസ്റ്റർ തയ്യാറാക്കി അത് രജിസ്റ്ററിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ ഇപ്പോൾ നോക്കൂ, ആ രജിസ്റ്റർ ഒന്നും കാണുന്നില്ല എന്നാണ് പറയുന്നത്. രജിസ്റ്റർ കാണാത്തതാണോ? ഈ രജിസ്റ്റർ ഒക്കെ ഈ കള്ളന്മാർ അവർ ഒളിപ്പിച്ചു വെച്ചതാണോ? ഈ അന്വേഷണത്തിൽ സത്യം പുറത്തു വരും എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? കൃത്യമായിട്ടുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട്, കോടതിക്കും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അന്വേഷണം സുതാര്യമായ രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് കരുതുന്നുണ്ടോ താങ്കൾ? അതിനൊരു ഉത്തരമേ ഉള്ളൂ. 1999 ദേവന് സമർപ്പിച്ചിട്ടുള്ള ഈ സ്വത്ത് നിയമാനുസരണമുള്ള അവിടെ രജിസ്റ്ററിൽ റെക്കോർഡ് ചെയ്ത് നമ്പറിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു മൂന്നാം പാർട്ടി എടുത്തുകൊണ്ട് പോയാൽ ആ സ്പോട്ടിൽ കളവിന് ഈ എടുത്തു കൊടുത്ത ഉദ്യോഗസ്ഥൻ്റെ പേരിൽ നടപടി വരും. അപ്പോൾ അതുകൊണ്ട് അവരതിന് രജിസ്റ്ററിൽ എൻ്റർ ചെയ്യുന്നതൊന്നും നമ്മളാരും വിശ്വസിക്കേണ്ട. രജിസ്റ്ററിൽ എൻ്റർ ചെയ്തത് പോയിട്ടുണ്ടെങ്കിൽ അത് റൂളിന് അഗനിസ്റ്റാണ്. കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ദേവന് സമർപ്പിച്ച സ്വത്താണത്. അത് UB ഗ്രൂപ്പ് സമർപ്പിച്ചതാണ്. അത് നമ്മൾ സ്വീകരിച്ച് നമ്മുടെ വരവിൽ നമ്മുടെ തിരുവാഭരണ രജിസ്റ്ററിൽ അത് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ക്ഷേത്ര പരിസരം വിട്ടു പോകാൻ പാടില്ല. അഥവാ ഏതെങ്കിലും കാര്യത്തിന് പോകുന്നെങ്കിൽ അത് സുരക്ഷിതമായി ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റണം. അതല്ലാതെ ഇത് കൊണ്ടുപോകാൻ യാതൊരു നിയമവും അനുവദിക്കുന്നില്ല. നമ്മുടെ ദേവസ്വം മാനുവൽ 11 അതിൻ്റെ ചാപ്റ്റർ 11 വളരെ ക്ലിയറായിട്ട് അതിന് സ്റ്റാറ്റ്യൂട്ടാക്കി 2 ഗസറ്റ് നോട്ടിഫിക്കേഷൻ നടത്തി 1950 സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷനാണ് കൊണ്ടുപോകരുത്, അവിടെ വെച്ച് നന്നാക്കണം. അത് നമ്മുടെ മുമ്പിൽ തന്നെ ഉദാഹരണമുണ്ട്. 2018 2025 ഇടയിൽ ശബരിമല ശ്രീകോവിലിൽ ഇതിനേക്കാൾ വലിയ ഒരു സംഭവം നടന്നു. ഒരു ചോർച്ച കണ്ടു. അത് 21-20 ശ്രീമാൻ അനന്തഗോപൻ അവർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന കാലത്താണ്. അന്ന് അവർ നിയമാനുസരണം കോടതിയുടെ അനുവാദം വാങ്ങിച്ച സ്പെഷ്യൽ കമ്മീഷണർ പ്രസൻസിൽ അവിടെ വെച്ച് ആ ചോർച്ച പരിഹരിച്ചു. ആരെങ്കിലും ഇതിൻ്റെ ഇടയ്ക്ക് ശ്രദ്ധയിൽപ്പെട്ടോ? അപ്പോൾ അവിടെ അത് കാര്യമായിട്ട് ചെയ്യാനും അവർക്കറിയാം, അല്ലാതെ ചെയ്യാനും അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇത് അനധികൃതമായി എടുത്തുകൊണ്ട് പോയൊരു സാധനത്തിന് രേഖയുണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ടെന്ന് അനിൽ നമ്പ്യാർ പ്രതീക്ഷിക്കേണ്ട. ഒരു രേഖയും ഈ എടുത്തുകൊണ്ട് പോയത് ബോർഡിൻ്റെ ഉത്തരവോ ഒരു കീറ ഫയലോ അല്ലാതെ അവിടെ അതിന് വേറെ ഒന്നും അവർ രേഖപ്പെടുത്തി അന്ന് അവർ പ്രതികളാണ്. കാരണം ഈ സാധനം എടുത്തുകൊണ്ട് പോകാൻ പാടില്ലല്ലോ. ഈ ദേവന് സമർപ്പിച്ച സ്വത്ത് പിന്നെ നമ്മുടെ വകയാണ്. അതിൻ്റെ സൂക്ഷിപ്പിൻ്റെ ഉത്തരവാദിത്വം ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കും അത് നന്നാക്കാനായാലും നവീകരിക്കാനായാലും അത് പുനഃക്രമീകരിക്കാനായാലും അതിൻ്റെ എന്ത് തന്നെ ആയാലും അത് അവരുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ അവരുടെ കൺവെട്ടത്തു നിന്ന് അത് മാറാൻ പാടില്ല. ആ സീനിയർ ഓഫീസറുടെ പ്രസൻസിലേ അത് ചെയ്യാവൂ. അപ്പോൾ അതുകൊണ്ട് അവരതിന് ഈ കളവിന് എടുത്തുകൊണ്ട് പോകുമ്പോൾ അവരതിനൊരു മഹസർ എഴുതി അല്ലെങ്കിൽ അവിടെ രജിസ്റ്ററിൽ എൻ്റർ ചെയ്ത് വെച്ചേക്കൊന്നും നിങ്ങളാരും പ്രതീക്ഷിക്കണ്ട. അവർക്ക് അന്നേ അറിയാം ഇതൊക്കെ ഇങ്ങനെയാണെന്ന്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ പ്രതീക്ഷിക്കണ്ട. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ നാട് നീളെ പറയുന്നതെല്ലാം നമ്മുടെ ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമാണെന്നൊക്കെയാണ്. ആ, ചോദിച്ചോളൂ. അതെ, ചോദിച്ചോളൂ. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ? അതെ, നമ്മൾ 98 UB ഗ്രൂപ്പിന്റെ ഞാൻ ചോദിക്കുകയാണ്. 98 UB ഗ്രൂപ്പിന്റെ വകയായി ഈ സ്വർണ്ണപ്പാളികൾ പതിക്കുന്ന സമയത്ത് ഇന്ന പോലെ ഇന്ന സ്ഥലങ്ങളിലൊക്കെ സ്വർണ്ണപ്പാളികളൊക്കെ പതിച്ചിട്ടുണ്ട് എന്നതിന്റെ ഒരു മഹസർ ഓഫീസിൽ കാണുമല്ലോ, കാണാൻ സാധ്യത ഉണ്ടാവില്ലേ? ഹലോ, അതാണ് പറഞ്ഞ UB ഗ്രൂപ്പ് പണി തീർന്ന മുതൽ ഞാൻ ഇപ്പൊ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഞാനതിന് ഉത്തരം പറയുകയാണ്. അങ്ങയുടെ ചോദ്യത്തിന് ഉത്തരം പറയുകയാണ്. അങ്ങയുടെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയുകയാണ്. 98-99 ഈ പണി തീർന്ന അവിടെ 10-35 ദിവസം ഇരുന്ന് ഈ പണി തീർത്തിട്ട് അവരൊരു ഇൻവെന്ററി തയ്യാറാക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് UB ഗ്രൂപ്പ് സമർപ്പിക്കുകയാണ്.
സമർപ്പിക്കും. അത് സ്വീകരിച്ചുകൊണ്ട് അവരതിന് യഥാർത്ഥത്തിൽ 3-ാം നമ്പർ ഒരു രസീത് നൽകണം. അതുണ്ട്. രസീത് നൽകിയിട്ട് അതിന് അവിടെ ഒരു തിരുവാഭരണം രജിസ്റ്റർ ഉണ്ട്. അതിൽ നമ്പരിട്ട് അതുവരെയുള്ള ആഭരണങ്ങൾ 301 എന്ന് പറയാം, 302, 303, 304 ഇങ്ങനെ റൂഫ്, സ്തൂപിക, ചുവരുള്ള ചിത്രങ്ങൾ അതുപോലെ ദ്വാരപാലക എവിടെയെല്ലാം ഏതൊക്കെ സെൻറ്ററാണോ അവർ സമർപ്പിച്ചത് അതനുസരിച്ച് നമ്പരിട്ട് അതിൻ്റെ അളവ്, ഓരോ സ്ഥലത്തെ അളവ്, അത് എത്ര തൂക്കം, അതിൻ്റെ മാറ്റ്, ഇതെല്ലാം പ്രത്യേകം എഴുതിയ രജിസ്റ്റർ അവിടെ ഉണ്ട് തന്നിട്ടുള്ളതനുസരിച്ച്. അത് കണ്ടില്ലെങ്കിൽ അതിന് വേറെ നടപടി എടുക്കണം. ഒരു സ്വർണ്ണമാല ഒരു ദേവസ്വത്തിന് സമർപ്പിച്ചാൽ അത് ഒരു രസീത് എഴുതി കണ്ടില്ലെങ്കിൽ വേറെ നടപടി വരണം. ദേവനിൽ ചാർത്തിയിട്ട് അത് രജിസ്റ്റർ റെക്കോർഡ് ചെയ്തത് ഇവിടെ അവിടെ നിന്നല്ല, ശബരിമലയുടെ പ്രത്യേകതയിൽ മൊത്തം ദേവസ്വങ്ങളിലും തിരുവാഭരണം രജിസ്റ്റർ ഉണ്ട്. ഓക്കെ, എന്തായാലും പുതിയ വാർത്തകൾ വരുന്നുണ്ട്. ഈ വിജിലൻസ്, ദേവസ്വം വിജിലൻസ് ഹൈക്കോടതി നൽകിയ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട്. 2019-ലെയും 2025-ലെ ദ്വാരപാലക സ്വർണ്ണപ്പാളികളുടെ ചിത്രങ്ങളിൽ വ്യത്യാസം ഉണ്ട് എന്ന് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുന്നു. മാത്രമല്ല, ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 7-ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയ സ്വർണ്ണപ്പാളികളും 2019-ലെ പാളികളും തമ്മിൽ വ്യത്യസ്തമാണ്. ഈ ഫോട്ടോകൾ താരതമ്യം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ദേവസ്വം മാനുവൽ ലംഘിച്ചു എന്ന് ഹൈക്കോടതി വിമർശിച്ചിട്ടുണ്ട്. വിജയമല്യയുടെ UB ഗ്രൂപ്പ് 2 ദ്വാരപാലക ശില്പങ്ങൾക്കും പൊതിഞ്ഞത് 1.564 കിലോഗ്രാം സ്വർണമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 2019-ൽ കൈമാറിയത് സ്വർണ്ണപ്പഴാളി തന്നെയാണെന്ന് ദേവസ്വം വിജിലൻസ് കോടതിയെ അറിയിച്ചിരിക്കുന്നു. 1.564 കിലോഗ്രാം തൂക്കം സ്വർണം ഉണ്ടായിരുന്നു കൊണ്ടുപോകുന്ന സമയത്ത്. മാത്രമല്ല, കോടതിയുടെ മറ്റൊരു നിരീക്ഷണം, ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്, അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇമെയിൽ അയച്ചത് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ എന്ന ഒരു പരാമർശവും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ വിഷയത്തിൽ വരും ദിവസങ്ങളിലും വിശദമായ ചർച്ച നടത്തേണ്ടത് അനിവാര്യമാണ്. കാരണം ഭക്തരെ, കോടാനുകോടി അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ശബരിമലയിൽ വലിയ കവർച്ച നടന്നു എന്നുള്ളത്. അതുകൊണ്ട് നേരത്തെ ശ്രീ സെന്തിൽനാഥൻ പറഞ്ഞതുപോലെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന ഇടപെടലുകളാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ദേവസ്വം ബോർഡ് മാത്രമല്ല പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്, സർക്കാരിൻ്റെ കൃത്യമായിട്ടുള്ള ഇടപെടൽ. അദ്ദേഹം പറഞ്ഞതുപോലെ രാഷ്ട്രീയ അതിപ്രസരം, നേരത്തെ ശ്രീ രാധാകൃഷ്ണനും അതുതന്നെയാണ് ആവർത്തിച്ചത്. രാഷ്ട്രീയ അതിപ്രസരം ആണ് മലീമസം ആക്കിയിരിക്കുന്നത്. ഇനി ദേവസ്വം മന്ത്രി എന്ത് ന്യായം പറഞ്ഞാലും കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്നൊന്നും ഇവർക്ക്, ഈ തെറ്റ് ചെയ്തവർക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അന്വേഷണ സംഘം വളരെ സുതാര്യമായിട്ട് അന്വേഷിക്കും, സത്യസന്ധമായി അന്വേഷിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഈ ഘട്ടത്തിൽ. എങ്കിലും സ്വർണ്ണ കവർച്ചയുടെ സൂത്രധാരന്മാർ ആരൊക്കെയാണ്, ആരുടെ കുബുദ്ധിയിലാണ് ഈ കവർച്ച ഉദിച്ചത്, കവർച്ചയുടെ ബെനിഫിഷ്യറീസ്, ഉപഭോക്താക്കൾ ആരൊക്കെയാണ്, കവർച്ച ചെയ്യപ്പെട്ട മറ്റ് മുതലുകൾ എന്തൊക്കെയാണ്, തമിഴ്നാട്ടിലെ വിരുദുനഗർ തിരുട്ട് സംഘത്തെ വെല്ലുന്ന കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും മാഫിയയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരിക്കുന്നതെന്ന് ഈ സംഭവത്തോടെ, ഈ കവർച്ചയോടെ വ്യക്തമായിരിക്കുന്നു. പുറത്തു വന്നത് ഇത്രയുമാണെങ്കിൽ പുറത്ത് വരാത്തത് എന്തൊക്കെയാവും നമുക്ക് വരും ദിവസങ്ങളിലും ചർച്ച ചെയ്യാം.